ഗൈസ് ഇവിടുത്തെ പാടത്തിലത്തെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരു വലിയൊരു ഗ്രൗണ്ടിൽ ഈ ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചേക്കാണ്. ഗോതമ്പാണിത്. അപ്പോൾ ഇതൊരു വലിയൊരു ഗ്രൗണ്ടാണ്. എൻ്റെ ഒരു അറിവ് വെച്ച് ഇവിടെ എല്ലാ ഗ്രാമത്തിലും ഇങ്ങനെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ടാവും. നല്ലോണം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു ഗ്രൗണ്ട്, ടൈൽസൊക്കെ ഇട്ട് അവിടെയാണ് ഇവർ ധാന്യങ്ങളൊക്കെ ശേഖരിക്കുക. അപ്പോൾ ഞാനിതേപോലെ വേറെ ഗ്രാമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഗ്രൗണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിലത്തെ ഗ്രൗണ്ടിൽ ഇവരുടെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇവർ ധാന്യങ്ങൾ ശേഖരിച്ച് വെച്ചേക്കാണ്. അത് ശേഖരിച്ച് വെച്ചതിന് ശേഷം അത് വൃത്തിയാക്കി ചാക്കുകളിലാക്കിയിട്ട് കണ്ടെയ്നറിലാക്കിയ ഓരോ കമ്പനികളിലും പിന്നെ ട്രെയിനിലൊക്കെ ആക്കണ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അവിടെ നോക്കിയാൽ കാണാം അവർ എന്താണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. അവരൊന്ന് വൃത്തിയാക്കാമെന്ന് തോന്നുന്നു. അവർ മെഷീനിലേക്ക് ഇട്ടിട്ട് അവരത് വൃത്തിയാക്കണ കാണാം നമുക്ക്. വലിയൊരു ഗ്രൗണ്ടാണ് ഇത്. അവിടേക്കൊക്കെ നോക്കിയാൽ കണ്ടെയ്നർ കിടക്കണ കാണാം. പിന്നെ ചാക്കുകളിൽ അവർ ശേഖരിച്ച് വെച്ചൊക്കെ കാണാം. അങ്ങനെ ഒരു നല്ലൊരു കാഴ്ച. ഇവിടുത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ, അതായത് ഇവിടുത്തെ ഭംഗി കാണണമെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് വരണം. അതായത് എല്ലാ സ്ഥലത്തിൻ്റെയും ഭംഗി ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളേരിയകളിലാണ്. അതായത് പ്രകൃതി ഭംഗി മാത്രമല്ല, ആ നാടിൻ്റെ ഒരു ഭംഗി, ആ മനുഷ്യരുടെ ഒരു ഭംഗി, അവരുടെ ഒരു കൾച്ചർ, അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഗ്രാമങ്ങളിലേക്ക് തന്നെ വരണം. അപ്പോൾ ഞാൻ എൻ്റെ കോളേജ് ടൗണിൻ്റെ അടുത്താണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ വില്ലേജിലൊക്കെ വരുമ്പോഴാണ് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുക. പിന്നെ അവിടെ കാണുന്നത് ഒരു വലിയൊരു കോളേജാണ്. ബാബ ഫരീദ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു കോളേജാണ്. 100ൽ മുകളിൽ സ്കൂൾ ബസ്സുകളും 10,000-ൻ്റെ മുകളിൽ പിള്ളേരുള്ള വലിയൊരു കോളേജാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് ദിയോൺ എന്നാണ്. ഇവിടുത്തെ പാടത്തിലത്തെ മൊത്തം ധാന്യങ്ങൾ ഇവിടെയാണ് ശേഖരിച്ചിരിക്കുന്നത്. ഇതൊരു വലിയൊരു ഹൈവേ ആണ്. ഈ ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയ്ക്ക് പോകാനുള്ള ഒരു വലിയൊരു ഹൈവേ ആണ്.